പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഡോക്ടർ പി സരിനെ വീണ്ടും മത്സരിപ്പിക്കാൻ സിപിഐഎം. ആലത്തൂരും നെന്മാറയിലും 2 ടേം പിന്നിട്ടവരെ മാറ്റാനും സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു. പാർട്ടി സ്ഥാനാർത്ഥി തുടർച്ചയായി തോൽക്കുന്ന മണ്ണാർക്കാട് മണ്ഡലത്തിൽ പൊതുസ്വതന്ത്രനെ പരീക്ഷിക്കാനാണ് സിപിഐയുടെ നീക്കം. സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റാണ് സംസ്ഥാന നേതൃത്വത്തിന് പ്രാഥമിക പട്ടിക കൈമാറിയത്. ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ടുവന്ന് പാർട്ടി സ്ഥാനാർത്ഥിയായ ഡോക്ടർ പി സരിന് പൊതുതെരഞ്ഞെടുപ്പിലും അവസരം നൽകാനാണ് ധാരണ. മന്ത്രി എം പി രാജേഷ് തൃത്താലയിൽ തന്നെ മത്സരിക്കും. ഒറ്റപ്പാലം, ഷൊർണൂർ, തരൂർ മണ്ഡലങ്ങളിലും സിറ്റിംഗ് എംഎൽഎമാർ തുടരും. ആലത്തൂർ, നെന്മാറ മണ്ഡലങ്ങളിലെ എംഎൽഎമാർ 2 ടേം പിന്നിട്ട സാഹചര്യത്തിൽ മാറ്റണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ആവശ്യം. ആലത്തൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി പൊന്നുക്കുട്ടനും നെന്മാറയിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമനുമാണ് പരിഗണനയിലുള്ളത്. ആലത്തൂരിലും തരൂരും അപ്രതീക്ഷിത സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ പാർട്ടി മത്സരിപ്പിക്കുന്ന 2 സീറ്റുകളിൽ ഒന്നിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാനാണ് സിപിഐയിലെ ആലോചന. മണ്ണാർക്കാട് മണ്ഡലത്തിലാണ് സിപിഐ സ്വതന്ത്ര പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. പാർട്ടി സ്ഥാനാർത്ഥി തുടർച്ചയായി തോൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. മതസാമുദായിക നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളതും പൊതുസ്വീകാര്യതയുള്ള ആളിനെയുമാണ് സിപിഐ പരിഗണിക്കുന്നത്. മണ്ണാർക്കാട് സഹകരണ ബാങ്കിന്റെ മുൻ ഭാരവാഹിയാണ് ഇപ്പോൾ സിപിഐ നേതാക്കളുടെ മനസ്സിലുള്ളത്. മുന്നണിയിലെ സീറ്റ് വിഭജനം അന്തിമമായി തീരുമാനിച്ചാൽ സിപിഐ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോലയിൽ എം എം മണിയെ വീണ്ടും മത്സരിപ്പിക്കാനാണ് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം. ദേവികുളത്ത് എ രാജ വീണ്ടും മത്സരിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.